ടീച്ചറെ ഒരു കാര്യം പറയാലോ, ഒരു മനസമാധാന വിളി എനിക്ക് തരുന്നില്ല. ഞാനോ? പിന്നെ അല്ലാണ്ട് ഞാനാണോ മനസ്സമാധാനം തരാത്തത്? പിന്നെ ടീച്ചറമ്മ കേൾക്കണം. ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും. എണീറ്റിട്ട് ചോറ്, കറി, ഉപ്പേരി, പപ്പടം എന്ന് വേണ്ട സകലമാന കാര്യങ്ങൾ ഉണ്ടാക്കുകയും വേണം. കുട്ടിക്ക് 7:30 സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളിൽ ഞാൻ കൊണ്ടാക്കി കൊടുക്കണം എന്ന് വേണ്ട. പെണ്ണുങ്ങളെ ആ, ജോലിയാണ്. ഇതെല്ലാം ഞാൻ പറയട്ടെ, ഞാൻ ചെയ്യണം. ഇത് തുണിയലക്കണം, നിലം തുടയ്ക്കണം, എന്തൊക്കെ ഒരു കാര്യങ്ങളുണ്ട് അല്ലെ. എന്നോട് ചോദിക്കുക എന്താണെന്നറിയോ, ഒരു ചോറും കൂട്ടാനും വെക്കാനാണോ അപ്പൊ അത്ര വലിയ പണിയെന്ന്? അതല്ലേ സത്യല്ലേ? ഈ ചോറും കൂട്ടാനും വെക്കലും ഞാൻ മാത്രമാണോ? ഇന്നാൾ സഹായിച്ചെന്നില്ല, ഇന്നാൾ ഞാൻ പറയട്ടെ. ട്രൗസർ ഇട്ട് കൊടുത്തില്ലേ? ആ വലിയ കാര്യമായി പോയി ഒരു ട്രൗസർ ഇട്ടത്. ആ കുട്ടീനെ ഒന്ന് പല്ലേപ്പിക്കുക. ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ തിരക്കിട്ട് പണിയെടുക്കുന്ന സമയത്ത് ആ കുട്ടീനെ ഒന്ന് കുളിപ്പിക്കുക അല്ലെങ്കിൽ പല്ലേപ്പിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഒരു കാര്യം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ചെയ്യില്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു തേങ്ങ പൊളിച്ചു തരാം. പോട്ടെ, മുറ്റത്തൊക്കെ കാട് പിടിച്ച് കിടക്കുക, അതിനും എൻ്റെ കൈ എത്തണം. ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞാൽ എത്ര നന്ന്. ഒന്നും ചെയ്യില്ല. പറിക്കാവുന്ന പണിയല്ലേ ഉള്ളത്. ഞാൻ പറയാം, ഇവിടുത്തെ കാര്യം പറയാച്ചാൽ ഞാൻ ഇവിടെ 2 കുട്ടികളുണ്ട്. ഞാൻ ഒരാളോട് ഒരു പണിയും പറയില്ല. എല്ലാ പണിയും എനിക്ക് പ്രായം കുറച്ചായി, എന്നാലും ഞാൻ ആരെക്കൊണ്ട് ഒരു പണി എടുപ്പിക്കില്ല. ഇവിടുത്തെ പണികളൊക്കെ സ്വന്തം ചെയ്യാണ്. അടുക്കളയിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കും, തേങ്ങ ചിരവും അരയ്ക്കും, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പശുവിൻ്റെ വെള്ളം കൊടുക്കും, പുല്ല് കൊടുക്കും, അതിൻ്റെ ഇടയ്ക്ക് മിറ്റടിക്കും. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യല്. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ കാര്യം നമ്മൾ തന്നെ നോക്കി നടത്തണം. 2 കയ്യിലുണ്ടെങ്കിലും 10 കയ്യിൻ്റെ ബലം നമ്മൾ ചെയ്യണം. പണി നമ്മൾ തന്നെ എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആണുങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിലില്ല, അപ്പം എന്നാലും അവരെ കൊണ്ട് എടുപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 3 മുറിയുള്ള ഒരു വീട്ടിന്റെ കാര്യമല്ല ഈ നോക്കണ മാതിരി ടീച്ചർ നോക്കുന്നത്. 2 കുടുംബങ്ങൾ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്ത ഒരു ആളാത്. ഒറ്റ പണി ഒരാളെ കൊണ്ട് എടുപ്പിക്കില്ല, ഒരാണുങ്ങളെ കൊണ്ട് എടുപ്പിക്കില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായോ എനിക്ക്? എല്ലാം പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണോ? അതെ, അങ്ങനെയല്ല. നമ്മൾ ഒരു ഉത്തരവാദിത്തം, ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്യണം നിർബന്ധം. എന്തെങ്കിലും ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് വിചാരിച്ചോളൂ കേട്ടോ. നല്ല മോള അല്ലേ, അതുപോലെ ചെയ്താൽ മതി. എന്നാ ശരിയാ, നടക്കേ. ടീച്ചറെ വലിയ ഉപകാരം. നിങ്ങളെ വർത്താനം കേട്ട് ഇത്തിരി ബുദ്ധി വന്നാ ഞാൻ രക്ഷപ്പെട്ടു. താങ്ക് യു. പാത്രമൊക്കെ കഴുകഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് വിശ്രമിക്കട്ടോ, വയ്യാണ്ടായി. വിശ്രമിക്കേ, പോയി പുല്ലേരി പശുവിനെ അയച്ചിട്ട് അതും കൂടി ഞാൻ ചെയ്യണോ? ഞാൻ എന്താ അവിടെ കുടത്തുനിന്ന് ഇറങ്ങിയ ഭൂതോ ഭഗവാനെ. ഇവിടെ 5 മണി വരെ ഇങ്ങളെ വരണം, അത് കഴിഞ്ഞാൽ ഓള് വന്ന ഓളെ വരണം. എനിക്ക് വേറെ ഇതൊന്നുമില്ല, ഒരു വിശ്രമമൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇതില്ലേ. ഞാൻ പോവാ വരുന്നത്.